പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ആസയുടെ ഭരണകാലഘട്ടത്തിൽ ദേശത്ത് സ്വസ്ഥതയുണ്ടായി എന്നൊരു പദം നമുക്കവിടെ വായിപ്പാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. തൻ്റെ പിതാവിൻ്റെ കാലത്തുണ്ടായിരുന്നതിനേക്കാളും വ്യത്യസ്തമായ നിലയിലുള്ള ഒരു സമാധാന അന്തരീക്ഷം, ഒരു സ്വസ്ഥതയുടെ അന്തരീക്ഷം ആസയുടെ കാലഘട്ടത്തിൽ രാജ്യത്ത് ഉണ്ടാകുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കേണ്ടത്, സ്വസ്ഥതയില്ലാത്തൊരു അനുഭവത്തിൽ കൂടിയാണോ നാം കടന്നു പോകുന്നത്? നമുക്ക് സ്വസ്ഥത വേണമെങ്കിൽ നാം ദൈവവചന പ്രകാരം ചില കാര്യങ്ങൾ ചെയ്യണം. ആസ ചെയ്തത് ദൈവവചന പ്രകാരം താൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ താൻ ചെയ്തത് കൊണ്ടാണ് ആസയുടെ ഭരണകാലഘട്ടത്തിൽ താൻ രാജ്യഭാരം നടത്തിയിരുന്ന ദേശത്ത് സമാധാനം ഉണ്ടായത്. ആസ ചെയ്തത് എന്താണ്? സ്വസ്ഥത ഉണ്ടാകുവാനുള്ള ഒന്നാമത്തെ കാരണം, അവൻ ദൈവത്തിന് പ്രസാദവും ഹിതകരമായ കാര്യം ചെയ്തു. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം ദൈവഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നാം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് സമാധാനവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കൊരു നല്ല ഫലവും കാണുവാൻ തക്കണം സാധിക്കും. രണ്ടാമത്, ചില അന്യദേവന്മാരെ മാറ്റിക്കളഞ്ഞു. ആസയുടെ ഭരണകാലഘട്ടത്തിൽ താൻ ആദ്യം ചെയ്തത് ദൈവഹിതമല്ലാത്ത അതേ നിലയിൽ വെച്ചിരുന്ന സകല വിഗ്രഹങ്ങളെയും അന്യാരാധനകളെ നീക്കിക്കളയുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, ദൈവം നമുക്ക് സ്വസ്ഥത നൽകണമെങ്കിൽ, ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമെങ്കിൽ, നമ്മൾ പോകുന്ന വഴികളിൽ ശുഭകരമായ നല്ലൊരു അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ നാം ചെയ്യേണ്ടത് അവിശ്വാസം മനസ്സിൽ നിന്ന് മാറ്റണം, മറ്റ് അധിക വിചാരങ്ങൾ മാറ്റണം, മറ്റ് അന്യാരാധനയുടെ മറ്റു ഫലമായി എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാൾ അധികമായി മറ്റെന്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു, ആ പ്രാധാന്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുൻപോട്ടൊരു ജീവിതം നയിച്ച നമുക്ക് സ്വസ്ഥത ദൈവം നൽകുക തന്നെ ചെയ്യും. മൂന്നാമത് അവിടെ ചെയ്തത് അശേരാ പ്രതിഷ്ഠകളെ വെട്ടിമാറ്റി. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിനകത്ത് ദൈവത്തിന് സ്ഥാനം കൊടുക്കേണ്ട ആ സ്ഥലത്ത്, അല്ലെങ്കിൽ ദൈവം ഇരിക്കേണ്ട സ്ഥാനത്ത് നാം മറ്റെന്തിനെങ്കിലുമാണ് പ്രതിഷ്ഠിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു കാലത്തും സ്വസ്ഥത വരികയില്ല. ഇന്ന് പകൽക്കാലം നമുക്കൊരു സ്വസ്ഥമായ മനസ്സും സ്വസ്ഥമായ ഒരു ജീവിതവും നമുക്കുണ്ടാകണമെങ്കിൽ അതേ അശേരാ പ്രതിഷ്ഠകളെ, ദൈവത്തെ ഇരുത്തേണ്ട സ്ഥാനത്ത്, ദൈവത്തിന് സ്ഥാനത്ത് മറ്റെന്തിനെങ്കിലും നമ്മൾ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് സ്വസ്ഥത ലഭിക്കുകയുള്ളൂ. അവസാനമായി ആസയുടെ ഭരണകാലഘട്ടത്തിൽ സ്വസ്ഥത ലഭിക്കാനുള്ളൊരു കാരണം പറയുന്നു, നല്ലത് ചെയ്യുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിച്ചു. ഇന്ന് പകൽക്കാലം നാം നല്ലത് ചെയ്യാം, നമുക്ക് മറ്റുള്ളവരെ നല്ലത് ചെയ്യാൻ പ്രേരിപ്പിക്കാം. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വസ്ഥതയും നാം ചെയ്യുന്ന കാര്യങ്ങളിൽ സ്വസ്ഥതയും ഉണ്ടാകും. അതിനായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് മറ്റുള്ളവർക്ക് പ്രീതിയുള്ള കാര്യങ്ങൾ ചെയ്ത് എൻ്റെ ദൈവത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിത കാര്യങ്ങൾ ആരംഭിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.